സമയം 6 മണി കഴിഞ്ഞു. ബേപ്പൂരിലാണുള്ളത്. ശ്രീകണ്ഠൻ നായർ 24 ന്യൂസ് ചാനലിന് വേണ്ടി ലൈവ് മോർണിംഗ് ഷോ പരിപാടി നടത്താനാണ് ഇന്ന് ബേപ്പൂരിലെത്തിയിട്ടുള്ളത്. നിരവധി ആളുകളാണ് ഈ സമയത്ത് ബേപ്പൂരിലെത്തിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഈ ലൈവ് മോർണിംഗ് ഷോയുടെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം സാർ. 24 ടിവിയുടെ ലൈവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളാണ്. കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റൻസ് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുന്നു. മാത്രമല്ല സൗഹൃദം പങ്കിടുവാൻ വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടിയും സമയം കണ്ടെത്തുന്ന ഡെസ്കിലേക്ക് കൊടുക്കാൻ ആ ഫ്രെയിം കൊടുക്കാൻ പറഞ്ഞല്ല. ശരി, ഓക്കെ ആയിക്കോട്ടെ. എടുത്തു എളുപ്പം കൊണ്ടേ തിരിച്ചത് അങ്ങ് പോവാ. ഇനി നിങ്ങൾക്കായുള്ളതാണ്. എങ്ങനെ ഒരു ലൈവ് ഷൂട്ടിംഗ് നടത്തുന്നു എന്നെല്ലാം കാണാം, വിശദമായി കാണാം. ക്യാമറ പൊസിഷൻ, ഡയറക്ഷൻ എല്ലാം കാണാം. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു, ലൈവ് ആരംഭിച്ചിരിക്കുന്നു. ന്യൂസാണ്. ഓക്കെ, കാണാമല്ലോ. 3 പേരെ മാത്രമെന്ന പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതിചേർക്കുമെന്ന് ജബൽപൂർ ജില്ലാ പോലീസ് മേധാവി. സമരം തുടരുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്തഘട്ട ചർച്ച ഉടൻ ഉണ്ടാവില്ല. വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് ഇരുഭാഗവും. പ്രശ്നപരിഹാരത്തിന് സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 55ാം ദിവസത്തിലേക്ക് കടന്നു. ആറ് കുട്ടികൾ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. കരസനിലെ വൈദ്യുതി നിലയത്തിന് നേരെയും ആക്രമണമുണ്ടായി. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് 3ാം തോൽവി. ലക്നോ സൂപ്പർ ജയൻസിനോട് 12 റൺസിൽ തോറ്റു. ഇന്ന് 2 മത്സരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണിക്ക് ചെന്നൈ ഡൽഹിയെയും, രാത്രി 7:30 മണിക്ക് പഞ്ചാബ് രാജസ്ഥാനെയും നേരിടും. ഐ ലീഗിൽ ഗോകുലം കേരള FC നാളെ നിർണായക മത്സരം. കോഴിക്കോട് നടക്കുന്ന പോരാട്ടത്തിൽ എതിരാളികൾ ഡെംബോ SC ഗോവ. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഇന്ന് കളത്തിലിറങ്ങും. ഇന്ന് രാത്രി 7:45 നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ വലൻസിയ. ബാഴ്സലോണ ഇന്ന് രാത്രി 12:45 റയൽ ബെറ്റീസിനെ നേരിടും. നിലവിൽ 66 പോയിന്റ്സോടെ ബാഴ്സ ഒന്നാമതും 63 പോയിന്റ്സുമായി റയൽ മാഡ്രിഡ് രണ്ടാമതും. പ്രധാന വാർത്തകൾ കഴിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബേപ്പൂരിൽ നിന്നാണ്, കോഴിക്കോട് ബേപ്പൂർ എന്ന് പറയുന്നത് ആദ്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. അതായത് എത്രയോ കാലമായി നമ്മൾ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചതാണ്. ബേപ്പൂർ യഥാർത്ഥത്തിൽ വലിയൊരു ടൂറിസം അട്രാക്റ്റിംഗ് സെന്ററായിട്ട് മാറിക്കഴിഞ്ഞു.
എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാനുണ്ട്. നിങ്ങൾ കേട്ടതാണ്, നാളെ രാവിലെ 7 മണിക്ക് നമ്മുടെ യാത്രയുടെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് വരെ വന്നുവെന്ന വാർത്ത വരുമ്പോൾ നമ്മുടെ ഈ യാത്രയ്ക്ക് വീണ്ടും കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയാണ്. കേരളത്തിലെ പല നഗരങ്ങളിൽ ഇപ്പോൾ കാര്യമായ റെയ്ഡുകൾ നടക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ റെയ്ഡുകൾ നടക്കുന്നു. ഒരുപാട് ആളുകളെ പോലീസും എക്സൈസും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിന്റെ ഉറവിടങ്ങളിൽ ബോംബിടാതെ, ഉറവിടങ്ങൾ നശിപ്പിക്കാതെ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാത്രമല്ല, നമ്മൾ കണ്ടെത്തിയതിനേക്കാളും എത്രയോ കടുത്ത സാഹചര്യമാണ് കേരളത്തിലെ പല ജില്ലകളിലും നിലനിൽക്കുന്നത് എന്ന് നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം ഘട്ടം കുറച്ചുകൂടി തീവ്രമായി നടത്താൻ നമ്മൾ ആലോചിക്കുന്നു. ഏപ്രിൽ, അതായത് ഈ മാസം 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ 7 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നിന്നായിരിക്കും നമ്മൾ ആരംഭിക്കുക. ചരിത്രം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന തേക്കിൻകാട് മൈതാനിയിലാണ് നാളെ മോർണിംഗ് ഷോയുടെ ഈ 2ാം ഘട്ടത്തിന് തുടക്കം. നാളെ തൃശ്ശൂർ ശ്രീകലവർമ്മ കോളേജിൽ നമ്മൾ എത്തുന്നുണ്ട് രാവിലെ 9 മണിക്ക്. കുറേ കാലം ഞാനവിടെ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയകാല വിദ്യാർത്ഥികളൊക്കെ അവിടെ എത്തുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ കേരളവർമ്മ കോളേജിലേക്ക് നാളെ രാവിലെ ക്ഷണിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിലെ MLA ഉൾപ്പെടെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ നമ്മുടെയൊക്കെ വിദ്യാർത്ഥി സമൂഹത്തിലുള്ള സുകുമാർ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇതൊരു ക്ഷണക്കത്തായി കഴിഞ്ഞു. നമുക്കിതിന് വാർത്തയെടുക്കണം. ക്ഷേമത്തിനകത്തുള്ളപ്പം അല്പസമയത്തിനകം തിരുവനന്തപുരം നിൽക്കലും മാസപ്പടി കേസിൽ SFI കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധന ഇന്ന് ആരംഭിക്കുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് കേസ് ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, എക്സാലോജി കമ്പനി, CMR ഉടമ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്ക് എതിരെയാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്ത് തത്സമയം ചേരുകയാണ് ബേപ്പൂരിലേക്ക്. ഷെഫീദ്, വെൽക്കം ടു ബേപ്പൂർ. ബേപ്പൂരിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. നമുക്ക് വളരെ സുന്ദരമായ കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് ബേപ്പൂർ സമ്മാനിക്കുന്നത്. ആണല്ലേ? മൂസ പോലെ തിന്നിയ ഇത്തരത്തിൽ ചെയ്യാം. പിന്നെ അതാണല്ലോ ഇപ്പോൾ ഡയലോഗ്. ഓക്കെ, അപ്പൊ നന്നായി അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മ നന്നായി നടക്കട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് സഹോദരിമാരും അമ്മമാരും ഉമ്മമാരൊക്കെ അവിടെ നിൽക്കുന്നു, അവരുടെ കാര്യം കൂടെ നമുക്ക് എടുക്കാം. അപ്പൊ ഈ ബേപ്പൂർ വന്നാൽ ഒരു സംഭവ സുന്ദരമായ കാഴ്ച തന്നെയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജീവിതം എന്താ പേര്? എന്താ പരിപാടി? എന്ത് ബിസിനസ്? എവിടെ? നന്നായി പോകുന്നുണ്ടോ? ഉപഭോക്താക്കളുണ്ടല്ലോ. വന്നവരൊക്കെ ആട്ടി ഓടിച്ചോ? ഓക്കെ. ഇവിടെ എന്താ പരിപാടി രാവിലെ? എക്സർസൈസാ? ഓക്കെ. എങ്ങനെ ശരീരത്തിന്റെ ഭാരം കൂടിയോ കുറഞ്ഞോ? ട്രെയിനറാണോ? എന്താണ് പ്രധാന ലക്ഷ്യം? എക്സർസൈസ് ആണ് എന്റെ ലഹരി. മുക്തി നേടിയോ? ഏറ്റവും മുക്തി നേടിയാരാ? ഒരു പാട്ട് പെട്ടെന്ന് പാടിക്കും, 2 ലൈൻ പാടിയത്. വാർത്തയുണ്ട്. പറഞ്ഞു. ഏതെങ്കിലും പഠിക്കോ? കണ്ണെ മുന്നിൽ നീയാളെ കണ്ണടച്ചാൽ എന്റെ നെഞ്ചിൽ നിങ്ങളാ.